ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ലോകത്തിലെ ഏറ്റവും അപൂർവമായ ഏറ്റവും വിലപിടിപ്പുള്ള കാറുകളെല്ലാം ഒരൊറ്റ സ്ഥലത്ത്. അങ്ങനെയൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ദുബായ് അല്ലാതെ വേറെ ഏത് നഗരത്തിനാണ് കഴിയുക, അല്ലേ? ഇത് വെറും കാറുകളുടെ ഒരു കഥയല്ല, മറിച്ച് ദുബായിയുടെ വലിയ സ്വപ്നങ്ങളുടെയും അതുവഴിയുണ്ടാകുന്ന ആയിരക്കണക്കിന് അവസരങ്ങളുടെയും ഒരു പുതിയ തുടക്കമാണ്. വാ, നമുക്ക് ആ വാഹന വിസ്മയത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ലോകോത്തരവും പിന്നെ വളരെ വിശിഷ്ടവുമായ കാറുകളെല്ലാം നമ്മുടെ കൺമുന്നിൽ കാണാനും വേണമെങ്കിൽ സ്വന്തമാക്കാനും ഒരൊറ്റ ഇടം? അങ്ങനെയൊന്നുണ്ടായാൽ എങ്ങനെയുണ്ടാകും? ശരിക്കും അങ്ങനെയൊരു വലിയ ചോദ്യത്തിൽ നിന്നാണ് ഈയൊരു മെഗാ പ്രൊജക്ടിന്റെ തുടക്കം തന്നെ. അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. ദുബായിൽ അതൊരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വെറും സ്വപ്നമല്ല, ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. ഇതാണ് ദുബായിയുടെ അടുത്ത വലിയ കാഴ്ചപ്പാട്. ലോകത്തിലെ ഏറ്റവും വലുതും അതുപോലെ തന്നെ ഏറ്റവും മൂല്യവത്തായതുമായ ഒരു ആഡംബര കാർ വിപണി പടുത്തുയർത്തുക. ബുർജ് ഖലീഫ പോലെ, പാം ജുമൈറ പോലെ ലോകത്തെ ഒന്നടങ്കം വീണ്ടും ആകർഷിക്കാൻ പോകുന്ന മറ്റൊരു ബൃഹത്തായ പദ്ധതി. 22 ദശലക്ഷം ദിർഹം. കേൾക്കുമ്പോൾ തന്നെ ഒരു വലുപ്പം തോന്നുന്നില്ലേ? ഇതാണ് ഈ സ്വപ്നത്തിന്റെ പ്രാരംഭ നിക്ഷേപം. ദുബായ് കിരീടാവകാശിയുടെ ഓഫീസ് നേരിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ നമുക്കുറപ്പിക്കാം, ഇതൊരു ചെറിയ കളിയല്ലെന്ന്. അപ്പോ എന്താണ് ഈ ഗ്ലോബൽ ഓട്ടോമോട്ടീവ് ഹബ് എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ക്ലാസിക് കാറുകൾ മുതൽ ഏറ്റവും പുതിയ ഹൈപ്പർ കാറുകൾ വരെ, പിന്നെ ലോകത്തിന്റെ പല കോണുകളിലുമുള്ള ലിമിറ്റഡ് എഡിഷൻ വാഹനങ്ങൾ വരെ ഒരുമിപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണ വാഹനലോകം. അതാണ് സംഭവം. ശരി, ഇനി നമുക്ക് ഈ ഹബിന്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. കാരണം ഇതൊരിക്കലും ഒരു സാധാരണ ഷോറൂം മാത്രമല്ല. ഈ വലിയ നിക്ഷേപം കൊണ്ട് എന്തെല്ലാമാണ് അവർ അവിടെ ഒരുക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സാധാരണ ഷോറൂമല്ലെന്ന്. ഇവിടെ ക്ലാസിക് കാറുകൾ സൂക്ഷിക്കാൻ അതീവ സുരക്ഷയുള്ള ഹൈടെക് അറകളുണ്ട്. വാഹനങ്ങൾ പ്രദർശിപ്പിക്കാനാണെങ്കിൽ ഏറ്റവും പുതിയ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ. പോരാത്തതിന് VIP ലോഞ്ചുകൾ, സ്വകാര്യമായി ബിസിനസ് ചർച്ചകൾ നടത്താനുള്ള മുറികൾ, പിന്നെ അന്താരാഷ്ട്ര ലേലങ്ങൾ നടത്താനുള്ള ഒരു വലിയ വേദി. എല്ലാം ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനങ്ങളുടെ എല്ലാം തിളക്കത്തിനപ്പുറത്തേക്കൊന്ന് നോക്കിയാലോ? ഈയൊരു ഗംഭീര പദ്ധതിക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കണ്ടില്ലേ, ഈ പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ ശരിക്കും കാറുകൾക്കപ്പുറമാണ്. ആഡംബര രംഗത്ത് ദുബായിയുടെ ആഗോളസ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുക, വാഹനപ്രേമികളായ പുതിയതരം ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുക, വിദേശ നിക്ഷേപം കൊണ്ടുവരിക, പിന്നെ ഏറ്റവും പ്രധാനമായി എണ്ണയെ മാത്രം ആശ്രയിക്കാതെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ വളർത്തുക. ഇതിലെ ഓരോ ലക്ഷ്യവും ദുബായിയുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു വലിയ നിക്ഷേപമാണ്. ഈ പദ്ധതിയുടെ സ്വാധീനം ദുബായിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അതിനൊരു ഗ്ലോബൽ ഇമ്പാക്റ്റുണ്ട്. ലോകമെമ്പാടുമുള്ള ഒരു വലിയ സമൂഹത്തെയാണ് ഇവർ ഇവിടേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതൊരു സാധാരണ പ്രാദേശിക മാർക്കറ്റല്ല. അന്താരാഷ്ട്ര ഡീലർമാർ, ലോകപ്രശസ്ത ബ്രാൻഡുകൾ, അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെയുള്ള വലിയ കളക്ടർമാരും നിക്ഷേപകരും, ഇങ്ങനെ വാഹനലോകത്തെ എല്ലാ പ്രധാനികളെയും ഒരിടത്തെത്തിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ടിതൊരു കച്ചവട കേന്ദ്രം മാത്രമല്ല, ഒരു ആഗോള സംഗമവേദി കൂടിയായി മാറും. ഓക്കെ, ഇനി നമുക്ക് ഈ കഥയുടെ ഏറ്റവും മാനുഷികമായൊരു വശത്തേക്ക് വരാം. ഇത്രയും വലിയൊരു സ്വപ്നം എങ്ങനെയാണ് ഒരുപാട് സാധാരണക്കാരുടെ ഉപജീവനമാർഗമായി മാറുന്നത്? ഒരു ഹൈപ്പർ കാർ, അതെങ്ങനെയാണ് സാധാരണക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുന്നത്? ആ അവസരങ്ങളുടെ ശൃംഖല പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യമൊരു ഹൈപ്പർ കാർ എത്തുന്നു. സ്വാഭാവികമായും അത് പരിപാലിക്കാൻ വൈദഗ്ധ്യമുള്ള ഒരു ടെക്നീഷ്യന് ജോലി കിട്ടുന്നു. ആ വൈദഗ്ധ്യം ഒരുപക്ഷേ ഒരു പുതിയ സംരംഭകന് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ ഒരു ധൈര്യം കൊടുക്കുന്നു. കണ്ടില്ലേ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഇവിടെ ആധുനിക കാർ ടെക്നോളജിയിൽ വൈദഗ്ധ്യം നേടുന്ന ഒരുപാട് മെക്കാനിക്കലുണ്ടാകും, ഇവന്റ് മാനേജർമാരുണ്ടാകും, പഴയ കാറുകൾ പുനരുദ്ധരിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ വരും, കസ്റ്റമൈസ്ഡ് ഇന്റീരിയർ ചെയ്യുന്ന കമ്പനികൾ. അങ്ങനെ ഈ ആഡംബര കാറുകളെ ചുറ്റിപ്പറ്റി ഒരു പുതിയ തൊഴിൽ ലോകം തന്നെ അവിടെ രൂപപ്പെടും. ഈ വാക്കുകൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെയെല്ലാം സാരാംശം ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു സാധാരണ സ്വപ്നം ഒരു യഥാർത്ഥ ബിസിനസ് പ്ലാനായി മാറുന്നു. ഇതുപോലുള്ള വലിയ പദ്ധതികളാണ് പലപ്പോഴും ഒരുപാട് പേരുടെ ചെറിയ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്നത്. അപ്പോൾ ചുരുക്കിപ്പറഞ്ഞാൽ, ഇതാണ് ഈ പദ്ധതിയുടെ 2 മുഖങ്ങൾ. ഒരു വശത്ത് ലോകോത്തര ആഡംബര കാർ വിപണി എന്ന തിളക്കമാർന്ന കാഴ്ചപ്പാട്. എന്നാൽ മറുഭാഗത്ത് അത് സാധാരണക്കാർക്ക് നൽകുന്ന പുതിയ ജോലികൾ, പുതിയ കഴിവുകൾ, പുതിയ ജീവിതമാർഗങ്ങൾ എന്ന വലിയൊരു യാഥാർത്ഥ്യവും. അപ്പോൾ അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഈ 22 ദശലക്ഷം ദിർഹം കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് നിർമ്മിക്കുന്നത്? വെറും കെട്ടിടങ്ങളോ കാറുകളോ, അതോ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഭാവിയാണോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു?